ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി ഇപ്പൊ ദേ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്ന് CS സ്കോപ്പ് കുറവാണോ കമ്പയറിംഗ് ടു CMA ആൻഡ് CA? ഒരിക്കലുമല്ല. ഞാൻ എന്റെ അറിവില് കമ്പനി സെക്രട്ടറീസ് ക്വാളിഫൈഡ് ആയിട്ട് ജോലി കിട്ടാത്ത ആരെയും കണ്ടിട്ടില്ല. ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അതായത് നമുക്ക് കമ്പനി സെക്രട്ടറീസ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ ആണ്. അതായത് വെരി വാസ്റ്റ് ആയിട്ടുള്ള ഒരു എക്കോണമിയിൽ നമുക്ക് എന്തും ചെയ്യാം. കമ്പനി സെക്രട്ടറീസ് എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതായത് നമുക്കിപ്പോൾ ആഫ്റ്റർ പാസിങ് CS നമുക്ക് മെർജറിൽ സ്പെഷ്യലൈസ് ചെയ്യാം, ടേക്ക് ഓവർ സ്പെഷ്യലിസ്റ്റ് ആവാം, അമാൽഗമേഷൻ അല്ലെങ്കിൽ ഇൻസോൾവൻസി, രജിസ്ട്രേഡ് വാല്യൂർ. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സെബിയുടെ LODR റെഗുലേഷൻ 6 പ്രകാരം കമ്പനി സെക്രട്ടറീസ് മാൻഡേറ്ററി ആണ്. അതായത് കംപ്ലൈൻസ് ഓഫീസർ എന്ന് പറഞ്ഞ ലിസ്റ്റഡ് കമ്പനിയിൽ മാൻഡേറ്ററി ആണ്. അതായത് കമ്പനി സെക്രട്ടറി ഇല്ലാതെ ഇന്ത്യയിൽ ഒരു കമ്പനി ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. അതൊരു നോൺ കംപ്ലൈൻസ്, അതായത് ടേൺ ഓവർ 10 കോടിയുടെ മുകളിൽ പേഡ് ക്യാപിറ്റലുള്ള ഏതൊരു കമ്പനിക്കും കമ്പനി സെക്രട്ടറി മാൻഡേറ്ററി ആണ്. വിത്തൗട്ട് എ കമ്പനി സെക്രട്ടറി അതൊരു നോൺ കംപ്ലൈൻസ് ആയി ട്രീറ്റ് ചെയ്യും, കമ്പനി പെനാൽറ്റി അടയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾ ചോദിക്കുകയാണ്, പാസ്സായ നമുക്ക് 2 ഓപ്ഷനുള്ളത്, ഐദർ പ്രാക്ടീസിങ് ഓർ എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു കമ്പനിയിലെ കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ KMP പൊസിഷനിൽ നമുക്ക് അത്രയും, അതായത് നമ്മുടെ അപ്പോയിൻമെന്റ് വരിക ബോർഡിലോട്ടാണ്. ഒരു കമ്പനിയുടെ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഡിസിഷൻ ആണെങ്കിൽ എന്ത് ഇൻവോൾവ്മെന്റ് എടുക്കണമെങ്കിലും ബോർഡായിരിക്കും. ഒരു അംബാനിയുടെ കമ്പനി എടുക്കുകയാണെങ്കിൽ ആ ബോർഡിൽ അംബാനി ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചെയർമാനോ അല്ലെങ്കിൽ CEOയോ CFOയോ ഏതെങ്കിലും ഒരു റേഞ്ചിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറോ ഹോൾ ടൈം ഡയറക്ടറോ അങ്ങനെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ അംബാനി ഉണ്ടായിരിക്കും. പിന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, മാനേജിംഗ് ഡയറക്ടർ, പിന്നെ ഹോൾ ടൈം ഡയറക്ടർ, കമ്പനി സെക്രട്ടറി, KMP ആണ്. അപ്പോൾ ആ ടോപ്പ് നമുക്ക് നമ്മുടെ പവർ യൂട്ടിലൈസ് ചെയ്യാൻ അറിയാണെങ്കിൽ മെയിൻ റോൾ ആണ്. നമുക്ക് അൺലിമിറ്റഡ് ഇൻകം ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് പ്രാക്ടീസിങ് ആണെങ്കിൽ ഒരു കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ തൊട്ട്, അതായത് സ്റ്റാർട്ടിങ് തൊട്ട് ഒരു കമ്പനിയുടെ മരണം, വൈൻഡിങ് അപ്പ് വരെ എല്ലാ കാര്യങ്ങളും ഇൻകോർപ്പറേഷൻ, പിന്നെ കമ്പനീസ് ആക്ട് പ്രകാരമുള്ള കംപ്ലൈൻസസ് മീറ്റ് ചെയ്യേണ്ടി വരും, ഇൻകം ടാക്സ് പ്രകാരമുള്ള കംപ്ലൈൻസ് മീറ്റ് ചെയ്യേണ്ടി വരും. ഒരു കമ്പനി ആകുമ്പോൾ പല മെർജർ ഉണ്ടാവാം, ടേക്ക് ഓവർ ഉണ്ടാവാം, അല്ലെങ്കിൽ തന്നെ ആ കമ്പനി റീസ്ട്രക്ചർ ചെയ്യുന്നുണ്ടാവും, ഡീമെർജർ ഉണ്ടാവാം. പല ഏരിയയിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. RBI കംപ്ലൈൻസസ് ഉണ്ടാവാം, NBFCC റിലേറ്റഡ് ആവാം, ബാങ്കിങ് റിലേറ്റഡ് ആവാം. ഏത് ഏരിയയിലും സ്പെഷ്യലൈസ് ചെയ്യാം. ഒരുപാട് അതർ വർക്ക്സുകളും നമുക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ രണ്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിനൊന്നും ഒരു കുറവില്ല.